മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നല്ല ആരോഗ്യവും ചൂടും ചൂരും തണ്ടുറപ്പും ഒക്കെ കണ്ടാൽ തോന്നുന്ന ഒരു കാക്കാച്ചക്കനെ അടിച്ചോണ്ട് പോയത് കാക്കാച്ചക്കനെയാണെങ്കിലും ഇനി സംഗതി ഇത് വല്ലാണ്ട് ശശികലയ്ക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി പുളിച്ചു തേട്ടൽ, ഏമ്പക്കം തുടങ്ങിയ രോഗങ്ങൾ കലശലായി ഉണ്ടാവുന്നുണ്ട്. ശശികല എഴുതി, ഒരു മുസ്ലിം സ്ത്രീയെ ഒരു ഹിന്ദു ചാടിച്ചു കൊണ്ടുപോന്നാൽ വിവാഹത്തിന് ഈ കേരളത്തിൽ നിങ്ങൾ കാർമ്മികത്വം വഹിക്കുമോ സഖാക്കളെ? അവർ ഈ കേരളത്തിൽ സുരക്ഷിതമായിരിക്കുമോ? ഒരു ക്ഷേത്രം ഇടതുപക്ഷം ഭരിച്ചപ്പോൾ പയ്യനെപ്പറ്റി ഒരു അന്വേഷണവും കൂടാതെ അവിടെ കെട്ടു നടത്തി. പെൺകുട്ടിയുടെ ഹിന്ദുക്കളായ മാതാപിതാക്കളുടെ സമ്മതമുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. അത് ക്ഷേത്രമാണ്, രജിസ്ട്രാർ ഓഫീസല്ല, പോലീസ് സ്റ്റേഷനുമല്ല, പാർട്ടി ഓഫീസുമല്ല. ഓടി വരുന്നവരെ കെട്ടിക്കാൻ ഈ രക്തഹാരം പാർട്ടി ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും വായനശാലയിലോ വെച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷേ സഖാക്കളുടെ കുന്തളിപ്പ് കാരണം അത് അമ്പലത്തിൽ നടത്തണം. കാരണം അവരുടെ അപ്പൻ്റെ മുതലാണല്ലോ അമ്പലം. അവരുടെ അല്ല, ശശികലയുടെ ആണെന്നാണ് ശശികലയുടെ ഭാവം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അത് അംഗീകരിക്കുന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ പോലും ഒരു മാസം മുമ്പ് നോട്ടീസ് കൊടുത്ത് മാത്രമേ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ശശികലയുടെ പ്രയാസം. അവരെ വീട്ടിൽ അറിയിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ കല്യാണത്തിനൊക്കെ എതിരുള്ള ആളാണ് കേട്ടോ, വ്യക്തമായി പറഞ്ഞാൽ. അവനവൻ്റെ ജാതിയിൽ ഇഷ്ടം പോലെ നല്ല മതത്തിൽപ്പെട്ട ചെറുക്കനെയും പെണ്ണിനെയും കിട്ടുമ്പം പിന്നെ വേറെ എന്തെങ്കിലും പോകേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ ഇത് ചിലരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഈ ശശികലയുടെ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതൊരു അപരാധമാണല്ലോ, എന്താണ് ഈ ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഹിന്ദു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ശശികല കണ്ടിട്ടുണ്ടോ എന്നറിഞ്ഞില്ല, ഒരു പോസ്റ്റ് 10 ഇൻസ്റ്റൻസ് ഓഫ് മുസ്ലിം വിമൺ എംബ്രേസിങ് ഹിന്ദു ധർമ്മ അണ്ടർഗോയിങ് ഘർവാപ്പസി ടു മാരി ഹിന്ദു പാർട്ട്നേഴ്സ്. അതായത് 10 പേർ, 2024 ജൂണിലെ വാർത്തയാണ്, 10 മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുധർമ്മത്തെ പുൽകി ഘർവാപ്പസി നടത്തി അവരുടെ ഹിന്ദു ആൺകുട്ടികളുമായി വിവാഹം നടക്കുന്ന വാർത്ത. അത് ഓരോന്നും എണ്ണി 10 കഥകളായി പറഞ്ഞിട്ടുണ്ട്. ഓൺ 4 മെയ് 2024 ഷമ പർവീൻ ഫ്രം ബീഹാർ ഔറംഗാബാദ് കൺവേർട്ടഡ് ടു ഹിന്ദു ധർമ്മ ആൻഡ് ബിക്കം പുനാൻ ദേവി ടു മാരി ശിവം വർമ്മ ഫ്രം ഉത്തർപ്രദേശ് UP ബലിയ. ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഇത് നിങ്ങൾ നോക്കി വായിച്ച് ഓരോന്നോരോന്ന്. രണ്ടാമത്തത് 2 ഇൻസിഡൻസ് ഓഫ് കർവാപ്പസി വെയർ റിപ്പോർട്ടഡ് ഫ്രം UP ഇൻ മെയ് 2024 വെയർ മുസ്ലിം അക്സെപ്റ്റഡ് ഹിന്ദു ധർമ്മ ടു മാരി ദെയർ ഹിന്ദു പാർട്ട്നേഴ്സ്. ഇൻ ബറേലി ഫർഹാന ഫ്രം രാംപൂർ റീനെയിംഡ് പല്ലവി ആൻഡ് മാരീഡ് ധരംവീർ അറ്റ് അഗസ്ത്യമുനി ആശ്രമം. സിമിലർലി മുറാദാബാദ് നർഗീസ് റീനെയിംഡ് മാൻസി മാരീഡ് സുനിൽ അറ്റ് ആര്യ സമാജ് ടെമ്പിൾ. സന്തോഷിക്ക് ശശികലെ, ബാബു തന്നെ സന്തോഷിക്ക്. ഹിന്ദു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തം ഉണ്ടാവില്ലേ. അടുത്ത 10 നവംബർ 2023 മുസ്കാൻ സിദ്ദീഖി, എ മുസ്ലിം വിമൺ റിവേർട്ടഡ് ടു ഹിന്ദു ധർമ്മ, മാരീഡ് ശിശുപാൽ മൗര്യ ഇൻ UP സിതാപൂർ ഡിസ്ട്രിക്ട്. Their wedding conducted at Kali Mandir with Arya Samaj rituals. In Uttar Pradesh, 2 Muslim women reverted to Hindu Dharma and married Hindu boyfriends. In Sitapur, Rubia renamed Ranjini married Pradeep Yadav with help of Vishwa Hindu Parishad. In Barachi, Rubina Khan renamed Ruby Ashwadi married Shesh Kumar Ashwadi. അങ്ങനെയായി. ഇനി 2019 ട്രിപ്പിൾ തലാഖിൽ പ്രതിഷേധിച്ചും ചില പെണ്ണുങ്ങൾ മാറി. അമ്രീന അൻസാരി ഫ്രം ഉത്തർപ്രദേശ് മാരീഡ് പപ്പു കോറി. പിന്നെ 21 ഇയർ ഓൾഡ് മുസ്ലിം വിമൻ ഫ്രം ബറേലി ലുബിന ഷഹ്സീൻ എംബ്രൈസ്ഡ് ഹിന്ദു ധർമ്മ ആൻഡ് മാരീഡ് ബോബി കശ്യപ്. ആസാം ആമിന ബീഗം റിവേർട്ടഡ് ടു ഹിന്ദു ധർമ്മ, മാരീഡ് ശ്യാം രവിദാസ്. 28 മാർച്ച് ഇൻ സിതാപൂർ ഹിന അലി, എ 20 ഇയർ ഓൾഡ് മുസ്ലിം ഗേൾ കൺവേർട്ടഡ് ടു ഹിന്ദു ധർമ്മ ആൻഡ് മാരീഡ് ഹിന്ദു പാർട്ട്ണർ മഹേഷ് മൗര്യ. In Etha district, Shabnam, originally from Ghazipur, reverted to Hindu Dharma, changed her name to Neha Pathak and marrying Komesh Pathak. In UP Bareilly, Saba B became a Hindu by doing Garvapasi and changed her name to Soni Dewal to marry her Hindu boyfriend Angur Dewal on February 2023. ഇവരാരെങ്കിലും വീട്ടിൽ അറിയിച്ചോ ശശികലെ? ഇവരാരെങ്കിലും വീട്ടിൽ അറിയിച്ചതാണോ? അപ്പോൾ ഇത് അഭിമാനപൂർവ്വം കൊണ്ടാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഹിന്ദു പോസ്റ്റ് എന്നിട്ട് ആവേശം കൊള്ളുമ്പോൾ അവർ രണ്ടുപേരുടെ ജീവിച്ചു പോകുന്നതിന് ശശികല ഇത്രയും ഛർദ്ദിക്കേണ്ട വല്ല കാര്യമുണ്ടോ?
ഇത് ഛർദ്ദിച്ചാൽ കേരളത്തിൽ ആരെങ്കിലും എടുക്കുമോ? ശശികല തന്നെ തിരിച്ച് വാരി തിന്നണ്ടേ? അല്ലെങ്കിൽ ബാബുവിനെ കൊടുക്കണ്ടേ? ബാബു നിങ്ങൾ രണ്ടുപേരും ആണല്ലോ ഈ ഛർദ്ദിലിപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ കൃഷ്ണരാജ്, നമ്മുടെ സത്യഭാമ ചേച്ചിയുടെ കൃഷ്ണരാജ്, സത്യഭാമ ചേച്ചി പറയുന്ന കൃഷ്ണരാജ്, നിങ്ങൾ 3-4 പേരാണ് ഇപ്പോൾ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദു പോസ്റ്റ് വായിച്ച് സായുജ്യം അടയുക, തൽക്കാലം സമാധാനപ്പെടുക. കേട്ടല്ലോ? ഗോ ടു യുവർ ക്ലാസ്സസ്.